നമസ്കാരം. ഏതൊരു കമ്മ്യൂണിസ്റ്റിനും ആവേശ തീജ്വാലയായിരുന്ന സഖാവ് പുഷ്പൻ ഓർമ്മയായി. 1994 നവംബർ 25 കൂത്തുപറമ്പ് വെടിവയ്പ്പിലാണ് പുഷ്പന് വെടിയേൽക്കുന്നത്. അമ്മ വച്ചു നൽകിയ ആഹാരം കഴിച്ച് വീട്ടിൽ നിന്നിറങ്ങിയ പുഷ്പന് വെടിവയ്പ്പിൽ കഴുത്തിന് താഴെ വെടിയേൽക്കുകയായിരുന്നു. വെടിവയ്പ്പിൽ 5 സഖാക്കൾ അന്ന് വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. സഖാവ് പുഷ്പൻ ഈ 3 ദശാബ്ദക്കാലത്തോളം ജീവിക്കുന്ന രക്തസാക്ഷിയായി നമുക്കിടയിൽ ജ്വലിച്ചു നിന്നു. കരുണാകരൻ സർക്കാരിൻ്റെ കാലത്ത് വിദ്യാഭ്യാസ കച്ചവടത്തിനും അഴിമതിക്കും എതിരെ നടന്ന സമരം. ഇടതുവിരുദ്ധ ശക്തികൾ ഇക്കാലമത്രയും ആവുന്ന പണി നോക്കിയിട്ടും പുഷ്പനെ പാർട്ടിക്ക് പുറത്തേക്ക് എത്തിക്കാനായില്ല. കൂത്തുപറമ്പ് സമരത്തിൻ്റെ പുഞ്ചിരിക്കുന്ന സ്മരണയാണ് പുഷ്പൻ്റെ മുഖം. ചലിക്കാനാകാതെ കിടക്കുമ്പോഴും മുഷ്ടി ചുരുട്ടി വിപ്ലവ അഭിവാദ്യം ചെയ്യുമ്പോൾ പാർട്ടിയുടെ പുതിയ തലമുറകൾക്ക് മാത്രമല്ല, കണ്ടു നിൽക്കുന്നവർക്കാകെ സിരകളിൽ പ്രവാഹമായി ഇനി മരിക്കാത്ത സമരപുഷ്പം. പുഷ്പൻ്റെ ഓർമ്മകളിലേക്കാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് പോകുന്നത്.